തൃശ്ശൂരിൽ നടന്ന ഇന്ത്യയുടെ വികസന രേഖാ ചർച്ച മെട്രോമാൻ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്പർ 1 കേരളം എന്നത് യാഥാർത്ഥ്യമല്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് തൃശ്ശൂർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങി മറ്റ് ഇന്ത്യൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എൻഡിഎ സംഘടിപ്പിച്ച വികസനരേഖ ചർച്ചയിൽ ഇ ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയ ഓരോ കാര്യങ്ങളും കേരളത്തിന്റെ വികസന മുരടിപ്പിനെ കുറിച്ചായിരുന്നു. പ്രവാസികളുടെ പണം കൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നത്. നിത്യജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വില കൊടുത്തു വാങ്ങുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാണ് കേരളമെന്നും ഇടതും വലതും മാറി മാറി ഭരിച്ചാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. നിത്യജീവിതത്തിന് വേണ്ട എല്ലാ സംഗതികളും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ എല്ലാവരും വിചാരം കേരളം അവിടെ പുരോഗമിച്ചിട്ടുണ്ടത്. ഇത് തീരെ ഉള്ള സംഗതിയല്ല. ഈ കഴിഞ്ഞ 68 കൊല്ലമായി LDFും UDFും മാറി മാറി ഭരിച്ച് കേരളത്തെ ഈ സ്ഥിതിക്ക് പോകുന്നത്. കൊച്ചി മെട്രോ നടപ്പിലായത് DMRC വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നീട് കേരള സർക്കാർ DMRC ഒഴിവാക്കിയതുകൊണ്ട് മറ്റു പല പദ്ധതികളും നടക്കാതെ പോയി എന്നും നിലവിൽ നിർത്തിവച്ചിരിക്കുന്ന റെയിൽവേ ലൈൻ പ്രൊജക്ടുകൾ ഹൈസ്പീഡ് ലൈനാക്കി കൊണ്ടുവന്നാൽ മാത്രമേ വന്ദേ ഭാരത് പോലെയുള്ള സർവീസുകൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നും മെട്രോമാൻ പറഞ്ഞു. തുടർന്ന് എത്തരത്തിലാകണം സുരേഷ് ഗോപിയും വികസനമുണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപിയും സംസാരിച്ചു. തൃശ്ശൂരിൻ്റെ സ്വപ്നങ്ങളുടെ ഒരു പരിച്ഛേദം ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. Input of all the necessities, the bare necessities and the dire needs. ഇതെല്ലാം ആയിരിക്കണം ഇങ്ങനെ ഒരു സംഗമത്തിൻ്റെ ഒരു വളരെ ഉത്കൃഷ്ടമായ ഭാവം. തൃശൂർ മണ്ഡലത്തിനായി പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് വികസന രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് NDA ചർച്ച സംഘടിപ്പിച്ചത്. വിവിധ രംഗങ്ങളിലെ വിദഗ്ധരും ചർച്ചയിൽ പങ്കെടുത്തു. പ്രകടന പത്രികയ്ക്ക് പുറമെ വികസന രേഖയും തിരഞ്ഞെടുപ്പിന് മുൻപ് NDA പ്രസിദ്ധീകരിക്കും. ജനം, തൃശൂർ.